സീരീസിൻ്റെ അടുത്ത എപ്പിസോഡാണ്. നമ്മളിന്ന് പോകേണ്ടിയിരുന്നത് നോർത്ത് സിക്കിമിലോട്ടായിരുന്നു. ഗുരുദ്വാങ്മാർ ലേക്ക്, ലാച്ചുങ് അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിലേക്കായിരുന്നു നമ്മളിന്ന് പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ശരിക്കും ഇവിടുത്തെ ഫ്ലഡ് കാരണം ശരിക്കും ആ ഒരു ഭാഗമെല്ലാം തന്നെ ഐസൊലേറ്റഡ് ആണ്. ഏകദേശം ഇവിടുന്ന് മകൻ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പോകാൻ പറ്റുക. അവിടെ നിന്ന് 4 കിലോമീറ്ററോളം റോഡ് വാഷ് ഔട്ടാണ്. കംപ്ലീറ്റ്ലി ടീസ്റ്റ നദി കഴിഞ്ഞ ഫ്ലഡിന് എടുത്തുകൊണ്ട് പോയ സ്ഥലമാണ്. അവിടെ ഇപ്പം BRO കൺസ്ട്രക്ഷൻ നടത്തുന്നതേ ഉള്ളൂ. ചെറിയ വാഹനങ്ങളെ കടത്തിവിടാന്ന് പറഞ്ഞു. പക്ഷേ റിസ്ക് ആണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർ നമ്മളെ ടൂറിസ്റ്റിനെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി നമ്മൾ നേരെ പെല്ലിംഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. സിക്കിമിൻ്റെ ഒരു സെക്കൻഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്ന ഈ സിക്കിമിലുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമാണ് പെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പെല്ലിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ 2-3 സ്ഥലങ്ങളെ ഒരു റൂട്ടായി കാണാൻ പറ്റും. നമ്മൾ അതിൽ തന്നെ പോകുന്നത് റാവംഗ്ല എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ റാവംഗ്ലയിലൊരു ബുദ്ധ പാർക്കൊക്കെ ഉണ്ട്. 9 മണിയാകുമ്പോഴത്തേക്ക് തുറക്കും. രാവിലെ അവിടെ ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് നേരെ റാവംഗ്ല വിടാം. കണ്ണൊക്കെ ഒന്ന് എണീറ്റ് തെളിഞ്ഞിരിപ്പുണ്ട്. കണ്ണുഷ, നീ എങ്ങോട്ടാണ് നമ്മൾ പോന്നെ? നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ റാവംഗ്ല വഴി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ BROയിലെ ചേട്ടന്മാർ പറഞ്ഞിട്ടാണ് വിട്ടത്. റോഡെന്ന് പറയുന്ന സംഭവം പ്രതീക്ഷിക്കുക വേണ്ടാണ്. നമ്മൾ കുറച്ച് ചെന്നപ്പോൾ തന്നെ മനസ്സിലായി റോഡ് ഇവിടെ ലക്ഷറിയാണ്. കാരണം ഇതെല്ലാം ഹിമാലയൻ റീജിയനാണ്. അപ്പോൾ ഹിമാലയം എന്ന് പറയുന്നത് നമ്മുടെ ലഡാക്ക് മേഖലയോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ മാത്രമല്ല, ഇങ്ങനത്തെ ഒരുപാട് ഏരിയാസ് കൊണ്ട് ഉൾപ്പെടുന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്ന കാലാവസ്ഥയാണ്. ഏത് നിമിഷവും മാറി മറിയുന്ന കാലാവസ്ഥ. അതിനോടൊപ്പം തന്നെയാണ് ഈ വർഷത്തെ ഫ്ലാഷ് ഫ്ലഡ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ റോഡ് എന്ന് പറയുന്നത് വളരെ ദുർഘടമായിട്ടുള്ള അവസ്ഥയിലാണ്. റോഡ് പല സ്ഥലത്തും ഇല്ല. റോഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒലിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളും വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം നന്നായിട്ട് പിടിച്ചിരുന്നാൽ മാത്രമേ ശരിക്കും ബൈക്കിൽ ഇരിക്കാൻ പറ്റത്തുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം കൊള്ളാവുന്ന ഏരിയസിൽ മാത്രമാണ് നമുക്കിപ്പോൾ വീഡിയോ എടുത്ത് കാണിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനത്തെ വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള റോഡുകളാണ് സിക്കിമിൽ നിലവിൽ ഉള്ളത്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും BRO വളരെ ഫാസ്റ്റാക്കായിട്ട് തന്നെ റോഡ് പണികൾ നടക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും. മുന്നോട്ട് പോകുമ്പോൾ പല ഭാഗത്തും നമുക്കത് കാണാൻ പറ്റുന്ന റോഡ് BROയുടെ എഫക്റ്റീവ്നെസ്, അവരെന്തുമാത്രം എഫിഷ്യൻ്റ് ആയിട്ടാണ് BRO പണിയെടുക്കുന്നത്. ശരിക്കും ഈ റീജിയനിലൊക്കെ തന്നെ ഈ റോഡുകളും മറ്റും ഇങ്ങനെ കാണപ്പെടുന്നത് തന്നെ BRO ഉള്ളതുകൊണ്ട് മാത്രമാണ്. ശരിക്കും അവരാണ് ഈ ശരിക്കുമുള്ള ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് വിങ്ങാണ് നമ്മുടെ BRO എന്ന് പറയുന്നത്. നമ്മുടെ BROക്കാർ രാവന്തിയോളം വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയെങ്കിലും റോഡ് ഈ ഭാഗത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. കാരണം നമ്മൾ പോകുന്നു പല സ്ഥലവും ചിലപ്പോൾ തിരിച്ചിറങ്ങുമ്പം നമ്മൾ കണ്ട കാഴ്ചകളെ അല്ല കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നതെല്ലാം എന്താ പറയുക, തൊട്ടടുത്ത സമയങ്ങളിൽ റിനോവേറ്റ് ചെയ്തെടുത്ത റോഡ് കാണാണ്ട് ഇവിടെയൊക്കെ കാണുമ്പോൾ നല്ലതുപോലെ മനസ്സിലാവും. അപ്പം നമ്മളൊക്കെ പേപ്പറിലൊക്കെ വായിച്ചറിഞ്ഞതിലും അപ്പുറമാണ് നമ്മളത് നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് സത്യം. കാരണം ഇവിടത്തേക്ക് ആളുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വേറെ പോയേക്കാണ്. ഇതിപ്പോൾ നല്ല അത്യാവശ്യം ഹൈറ്റിലാണ്. എൻ്റെ റൈറ്റ് സൈഡിലൊക്കെ നിങ്ങൾ ആ വെള്ള പാടുകൾ കാണുന്നില്ലേ, അതെന്ന് പറയുന്നത് ഫുള്ള് ഇങ്ങനെ മണ്ണ് ഇപ്പോഴും സ്റ്റിൽ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് നമ്മളിവിടെയൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്നത്. എൻ്റെ ഇവിടെയൊക്കെ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. അവർ കുറേയൊക്കെ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ട്രാവലേഴ്സിനാണ് ഇതിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊന്ന് റിഫ്രഷ് ആവാനുള്ള സ്ഥലമില്ല. ഒരു കടയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. അഥവാ ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഇത്രയും സാധനം ചുമന്ന് കെട്ടി ഇവിടെ കൊണ്ടുവരുന്നത് അതിൻ്റെ പൈസയാണ് അവർ ഈടാക്കുന്നത്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, വളരെ തീപ്പട്ടിക്കൂട് പോലുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരെണ്ണം ഇളകി മാറുമ്പോഴത്തേന് പുറകിന് മൊത്തവും കൂടി പുറകിന് വന്ന് ഇടിഞ്ഞ് വീഴുകയാണ്. പിന്നെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, ഇവിടെ എല്ലായിടത്തും റേഞ്ചുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉണ്ട്. നമ്മൾ ടീസ്റ്റയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെയും ആ ഒരു ഡാം കൊളാപ്സ് ആയതിൻ്റെയും ഭീകരമായൊരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഇതേണ്ട ആ സൈഡിലുള്ള മൾട്ടി സ്റ്റോർ, അതായത് ഒരു 5 നില കെട്ടിടങ്ങളിൽ ആ 5th ഫ്ലോർ വരെയും വെള്ളം അരിച്ചിറങ്ങിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വലിയതായിട്ട് ഇൻഹാബിറ്റഡ് ആയിട്ടൊന്നുമില്ല. ഒരുപാട് പേര് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് അധികം നേരമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ഏത് നിമിഷമാണെന്ന് പറയാൻ പറ്റില്ല. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ സിക്കിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഈ മേഖലയൊന്നും വെൽ കണക്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആൾക്കാരൊക്കെ പെനിട്രേഷൻ വളരെ കുറവായിരുന്നു. അത് മാത്രമല്ല നമുക്ക് താഴെ നിന്ന് അല്ലെങ്കിൽ പ്ലെയിനിൽ നിന്നൊക്കെ വന്ന് ഇവിടെയൊക്കെ വസ്തു വാങ്ങിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അങ്ങനെ ലാൻഡൊന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ മേജർ സിറ്റീസോ അല്ലെങ്കിൽ വലിയ ടൗണുകളോ അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉള്ള ടൗണുകൾ തന്നെ കിട്ടണമെങ്കിൽ 10-20-25 കിലോമീറ്ററിനൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം റിഫ്രഷ്മെൻറ്റിനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു പെട്രോൾ പമ്പ് പോലും ഈ വഴിക്ക് മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഇല്ല. മേജർ സിറ്റികളിൽ ചെന്നാൽ മാത്രമേ പെട്രോൾ പമ്പൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഫാമിലിയായിട്ട് സ്ത്രീകളുമായിട്ടൊക്കെ പോകുമ്പോഴേക്കൊക്കെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ മേഖലയിലൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് തന്നെയാണ് പ്രത്യേകിച്ചും ഈ റോഡിൻ്റെയൊക്കെ കണക്ടിവിറ്റി ഇഷ്യൂ തന്നെയാണ്. ഇപ്പോഴാണ് ഗവൺമെൻറ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് നൽകുകയും നല്ല വൃത്തിക്കാണ് റോഡ് പണിയുന്നത്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും, നമ്മുടെ ആ സൈഡൊക്കെ എടുത്തിട്ട് അവിടെ എല്ലാം വലിയ ബോൾഡർ വെച്ച് കെട്ടി ഒരു വലിയൊരു 2-way ലൈൻ തന്നെ പണിയിട്ടിരിക്കുകയാണ്. ശരിക്കും ഇത് തന്നെ ഈ റോഡ് തന്നെ ഇവിടെ ഭയങ്കര എക്സ്ട്രാവഗൻസി ആണെന്ന് പറയാം. കാരണം അത്രയ്ക്ക് ആളൊന്നും ഇല്ല ഇതുവഴി സഞ്ചരിക്കാനായിട്ട്. പക്ഷേ എങ്കിലും ഗവൺമെൻറ് ഇപ്പം വലിയ രീതിയിൽ ഇവിടെ ഫണ്ട് ഇറക്കുകയും നല്ല രീതിയിൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരും. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ തന്നെ ആ ഒരു രീതിയുടെ ആ ഒരു മേഖല തന്നെ ആ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വളരെ വലിയൊരു ബൂസ്റ്റാണ് കിട്ടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ MG മാർഗിൽ കൂടി നടക്കുമ്പോഴേക്കും 2-3 മലയാളി പയ്യന്മാരെ കണ്ടിരുന്നു. അവർ ഗ്രൂപ്പായിട്ട് ഇവിടെ സിക്കിം ടൂറിന് വന്നതാണ്. അപ്പോൾ അവർ നമ്മുടെ ടൂർ പ്ലാനിനെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ അടുത്ത ദിവസം ഈ പെല്ലിങ്, രാവങ്ങല അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവർ ഈ പെല്ലിങ്ങിലേക്കൊക്കെ അന്വേഷിച്ചു. ഈ രാവങ്ങല റൂട്ടിലേക്കൊക്കെ ഉള്ള ഷെയർ ടാക്സീസാണ് അവർ അന്വേഷിച്ചത്. അവർ ഫ്ലൈറ്റിൽ സിലിഗുരിയിൽ വന്നിറങ്ങിയിട്ട് പിന്നീടെല്ലാം ഷെയർ ടാക്സി പിടിച്ച് വരുന്നവരായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞത് രാവങ്ങല പോകണമെന്നുണ്ടെങ്കിൽ ഡബിൾ ടാക്സി ചാർജ് കൊടുക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അപ്പം അതിന് കാരണമായിട്ട് പറഞ്ഞത് ഈ റോഡില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വണ്ടിക്ക് പണിയാവും, അതുകൊണ്ട് ഡബിൾ ചാർജ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അവർ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം ഡബിൾ ചാർജ് കൊടുത്ത് അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് അവർ ആ ഡബിൾ ചാർജ് ചോദിച്ചത് എന്ന് ഞങ്ങൾക്ക് ഇന്ന് ഈ വഴി വന്നപ്പോഴാണ് മനസ്സിലായത്. കാര്യം വഴി കംപ്ലീറ്റ് ആയിട്ട് ഒരു ടാക്സി വന്നു കഴിഞ്ഞാൽ അടി തട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. വെള്ളം ചുമ്മാ ഒലിച്ചിറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏതുവഴി പോകുന്നോ, വെള്ളത്തിൻ്റെ വഴി ഏതുവഴി പോകുന്നോ അതാണ് അതിൻ്റെ വഴിയെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ നിയന്ത്രണങ്ങളോ മനുഷ്യൻ വെട്ടിയ വഴികളോ ഒന്നും വെള്ളത്തിന് ബാധകമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക്കാണ്. പ്രത്യേകിച്ചും വെറ്റ് റോഡായതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്കിൽ പോകുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നന്നായിട്ട് പിടിച്ചിരുന്നില്ലെങ്കിൽ എവിടെ ഉള്ള സ്ലിപ്പാവുന്നൊരവസ്ഥയാണ് നമ്മുടെ ബൈക്കിൽ പോകുമ്പോഴേക്കും. പക്ഷേ കാറിലൊക്കെ ചെറിയ വണ്ടികളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോൾ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി, നൈസായിട്ട് പണി കിട്ടുന്ന റോഡാണ് നമ്മുടെ ഈ രാവങ്ങല റോഡ് നിലവിൽ. ഇപ്പം നമ്മുടെ BROയിലെ ഇവിടെ എൻജിനീയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ജസ്റ്റ് ഒരു 1-1.5 വർഷം കൊണ്ട് ഇടയ്ക്ക് ഇതുപോലത്തെ ഫ്ലാഷ് ഫ്ലഡോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ വന്നില്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ പണി തീർക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിഡിലൊരു റൈഡിന് പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ രാവങ്ങല ഗാങ്ടോക്ക് രാവങ്ങല പെല്ലിങ് റോഡ് എന്ന് പറയുന്നത്. വളരെ കിടിലമാണ്. നല്ല ഡെൻസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ആണ്. നമ്മുടെ ചേട്ടന്മാർ രാവിലെ വന്നപ്പോഴേ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഫോറസ്റ്റ് റോഡിൽ കൂടി പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനയുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തണുപ്പ് സമയമാകുമ്പോഴേക്കും ഈ ആനയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് താഴോട്ടിറങ്ങും. എന്നാലും കരടി ഉണ്ടാവും, കാട്ടുപോത്തുണ്ടാവും, അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ജീവികൾ, വന്യജീവികൾ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് പെടാൻ സാധ്യതയുണ്ടെന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ എന്തായാലും നമ്മുടെ ഭാഗത്ത് എന്തായാലും ഇതുവരെ അങ്ങനത്തെ ഒന്നും കണ്ടില്ല. അതുമാത്രമല്ല ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഈ വലിയ മെഷീൻസിൻ്റെയൊക്കെ ശബ്ദങ്ങളും എപ്പോഴും ഇവിടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കണം അങ്ങനത്തെ ജീവജാലങ്ങളെയൊന്നും വന്യജീവികളെയൊന്നും എന്തായാലും നമ്മുടെ വഴിയിൽ ഇതുവരെ കണ്ടില്ല. എന്തായാലും അതൊരു മഹാഭാഗ്യം എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇതൊക്കെ വന്ന് റോഡ് ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണം നമ്മുടെ വണ്ടി ഒതുക്കി നിർത്തേണ്ടോ അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടേക്ക് വരാം. അപ്പോൾ അങ്ങനത്തെ എന്തായാലും ഇഷ്യൂസൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ആ യാത്ര സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവങ്ങലയിലേക്കുള്ള വഴിയിലാണ്. അപ്പോൾ ഇടയ്ക്ക് വിശന്നു. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, രാവിലെ ഇറങ്ങിയതല്ലേ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ പോകുന്ന വഴി തന്നെ ഉണ്ടായി കഴിക്കാനുള്ള പ്ലാനാണ്. പുതിയ സാധനങ്ങളെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഗി ഉണ്ട്. കണ്ണാപ്പൂ എന്താ തിന്നാൻ പോവാ? നൂഡിൽസ് തിന്നാൻ പോകുന്നു നീ അങ്കാരി. ഇതാണ് നമ്മുടെ കുക്കർ. എന്താ പറ്റിച്ചു? ആരടി പറ്റിച്ചു നീ? ഇതാണ് നമ്മുടെ അതിൻ്റെ ബ്യൂട്ടൈൻ കാനിസ്റ്റർ. അതിനകത്താണ് നമ്മൾ കുക്കിങ്ങും കലാപരിപാടികളൊക്കെ നടത്താൻ പോകുന്നത്. കുക്ക് ചെയ്ത് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റൗ, ഇതാണ് നമ്മുടെ ബ്യൂട്ടൈൻ ഗ്യാസ്. അപ്പൊ ഇത് വെച്ച് എങ്ങനെയാണ് ഇനി മാഗി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരുപാട് പേർക്കൊന്നും പരിചയമായിരിക്കും. ട്രക്കിങ്ങിനൊക്കെ പോകുന്നവർക്ക് പരിചയമായിരിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ട് മാഗി വെച്ച് കഴിച്ചിട്ട് പോകാൻ പോവാണ്.
വളരെ ഈസിയാണ്. പോർട്ടബിൾ സ്റ്റൗ ആണ്, വളരെ എളുപ്പമാണ് നമുക്ക് കൊണ്ടുപോകാനും ക്യാരി ചെയ്യാനും ചെയ്ത്. പാത്രമൊക്കെ ഇതിന്റെ കൂടെ കിട്ടുന്നൊന്നുമല്ലേ, ഞങ്ങൾ വാങ്ങിച്ചതാണ്. അങ്ങനെ ഞങ്ങളുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങളൊരു ഷോർട്സ് ആക്കി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. കാരണം ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേന് വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ നമുക്ക് സൈറ്റ് സീയിങ് ഒക്കെ ഒരുപാട് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ഞാൻ ഞങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക, വളരെ ഉപകാരപ്പെടും. നല്ല വീതിക്ക് റോഡുണ്ടായിരുന്ന സ്ഥലമാണ് ഇതെല്ലാം. അപ്പോൾ ഇതേണ്ട ആ മുകളിൽ നിന്ന് മല ഇങ്ങനെ ഇടിഞ്ഞ് വീണ് പകുതിയോളം റോഡ് പോയിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളച്ചാലുകളാണ്. അപ്പോൾ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈം മാനേജ് ചെയ്താൽ മാത്രമേ നമുക്കൊരു 2-3 ദിവസം കൊണ്ട് ഫുൾ ചെയ്ത് കവർ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വേണ്ട ഒരു വണ്ടി വന്നാൽ അത് മാറി നിന്ന് കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. അങ്ങനെ അത് മാത്രമല്ല റോഡ് ഫുള്ള് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്രയും സമയമാണ് നമ്മളുടെ പോകുന്നത്. നമുക്ക് എന്താ പറയുക 20-30 തന്നെ നീങ്ങിയ ഭാഗ്യം എന്ന് പറയാം. കാരണം പിടിച്ചിരിക്കുകയും വേണം. നമ്മൾ ഒരുപാട് സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സേഫ്റ്റി മോളുണ്ട്, അപ്പോൾ അവളുടെ സേഫ്റ്റിയും കൂടെ നോക്കണം. നിങ്ങൾക്ക് ആ ഫ്രണ്ടിലോട്ട് ഉള്ള വഴി ഫുള്ള്, ആ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഇടിഞ്ഞ് വീണ് കിടക്കുകയാണ് മൊത്തം. നമുക്ക് പേടിയാണ്. വീണ്ടും ഇങ്ങനെ റോഡിലേക്ക് കല്ലുകൾ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മുകളിലൊക്കെ കാടാണ്. ഇവിടെയൊന്നും വേറെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പണിയുന്ന വർക്കേഴ്സില്ലേ, ഇവരൊക്കെ ആസാമിൽ നിന്നൊക്കെ വന്നവരാണ്. നമ്മളുടെയൊക്കെ നാട്ടിൽ ബംഗാളിൽ നിന്നൊക്കെ ആൾ വരുന്നത് പോലെ ഇവിടെ അവർ ചെറിയ ടെൻ്റൊക്കെ അടിച്ചാണ് ഇവിടെ സ്റ്റേ ചെയ്താണ് ഈ റോഡ് പണിഞ്ഞ് ആ ഒരു വർക്ക് പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ റീസെൻ്റായിട്ട് പണിഞ്ഞിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ റാവംഗിലേക്കുള്ള യാത്രക്കിടയ്ക്ക് ഒരു വ്യൂ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവം കെട്ടിയിട്ടുണ്ട്. മോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ ആ ഒരു വാലിയുടെയൊക്കെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. കണ്ണു പതുക്കെ പോണേടാ. കണ്ണു എന്ത് ചെയ്യും? അതുകൊണ്ടേ കണ്ണു ഭാഗമായിട്ടുള്ള മലനിരകളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ തന്നെ. അവിടെ ആ കാണുന്നത് ഒരു ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ്. അത് ഇൻസാങ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുവഴി നമുക്ക് റാവംഗിലേക്ക് കയറി പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ റോഡ് ഈ ലാൻഡ് സ്ലൈഡ് കാരണം അടച്ചിട്ടിരിക്കുകയാണ്. സ്റ്റിൽ ലാൻഡ് സ്ലൈഡ് ഗോയിങ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെറ്റിൽമെൻറ്റ്സ് എല്ലാം ഗവൺമെൻറ് ഒഴിപ്പിച്ചിട്ട് അവർക്ക് വേറെ സ്ഥലവും വീടൊക്കെ വെച്ച് കൊടുത്തു. ഇപ്പോൾ ആ റൂട്ടും അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതുവഴി പോകാൻ പറ്റില്ല. പിന്നീടാണ് ഈ ഒരു റോഡുള്ളത്. ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷൻ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത് കാണാം. നമ്മുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അവരാണ് ഇതിൻ്റെ കംപ്ലീറ്റ് മെയിൻ്റെനൻസും ഡെവലപ്മെൻറ്റും എല്ലാം നടത്തുന്നത്. ഇവിടെ എല്ലാം കാണാൻ പറ്റില്ല ഏരിയാസാണ് ഇതെല്ലാം തന്നെ. ഇപ്പോൾ ചിലയിടത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡേഴ്സിനെ സൂക്ഷിക്കാതെ. മുകളിൽ നിന്ന് ചിലപ്പം കല്ലൊക്കെ ഉരുണ്ട് വീഴുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഏരിയാസാണ് ഇതെല്ലാം. പക്ഷേ നല്ല രീതിയിലാണ് ഈ വ്യൂ പോയിൻ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റോസ്മല എന്നുള്ളത് അതുപോലത്തെ ഒരു വ്യൂ പോയിൻ്റൊക്കെയാണ് ഈ കൺസ്ട്രക്ട് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനാണ്. നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ആണ്. അപ്പം ഏത് ടെറൈനായാലും നല്ല കിഡിലുമായിട്ട് കയറി പോകുന്ന വണ്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം ഒന്നാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. ഇതുവരെയും വഴിയിലിട്ടിട്ടില്ല, എങ്ങനെയായാലും നമ്മളെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അത് തന്നെയാണ് നമ്മുടെ ഈ റൈഡിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഇപ്പം ബുള്ളു എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണം. അപ്പം നമ്മുടെ റൈഡിനിടയ്ക്ക് ആവശ്യമായിട്ടുള്ള ബ്രേക്കുകൾ നൽകി ഞങ്ങൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് 1 മണിക്കൂർ കൂടുമ്പോഴൊക്കെ നമ്മളൊരു ബ്രേക്ക് എടുക്കും. നമ്മൾ കുറച്ച് വെള്ളം കുടിക്കും. ബൈക്കിനൊരു 5-10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കും. അതാണ് നമ്മുടെ ഒരു റൈഡിങ്ങിൻ്റെ ശീലം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയൊക്കെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് കയറുന്നതനുസരിച്ച്, ഹൈറ്റ് കയറുന്നതനുസരിച്ച് നമ്മുടെ ബൈക്കിൻ്റെ വലിവ് കുറയും. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒരുപാട് ത്രോട്ടിൽ കൊടുക്കുക വന്നു കഴിഞ്ഞാൽ വണ്ടി ഇടയ്ക്കൊന്ന് പമ്മി പോകുന്നൊരവസ്ഥ എൻ്റെ ബൈക്കിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബൈക്കിലും അത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ബൈക്കിന് അങ്ങനെ ഫീലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി എക്സസീവായിട്ട് ഹീറ്റാവും, നല്ല ഹീറ്റിംഗ് പ്രഷർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബൈക്ക് നിർത്തി ബൈക്കിന് കുറച്ച് റെസ്റ്റ് കൊടുത്ത് നമ്മൾ ഒരു അല്പം വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രേഷൻ നല്ലതാണ്. കാരണം തണുപ്പാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല.
പക്ഷേ ഇങ്ങനത്തെ കണ്ടീഷൻ ചെല്ലുമ്പോഴേക്കും നമ്മൾ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഏതാണോ അതിന് നല്ല റെസ്റ്റ് കൊടുത്ത് വേണം കയറിപ്പോകാനായിട്ട്. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് വണ്ടി ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ചില ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെയും നമ്മുടെ ബൈക്കിനെയും നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് മാത്രമേ ഇത്രയൊരു ലോങ് റൈഡ് പോകാൻ പാടുള്ളൂ. നമ്മൾ നിന്ന സ്ഥലത്തു നിന്ന് ഒരു 60-65 കിലോമീറ്റർ, അതിൽ തോനെയൊന്നുമില്ല. നമുക്കൊരു 1-1.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാവുന്ന സ്ഥലമാണ്. ഞങ്ങളൊരു 4 മണിക്കൂർ എടുത്തിട്ടും എത്തിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം. കുക്കിങ്ങിൻ്റെ ടൈമൊന്നും ഇതിനകത്ത് കൂട്ടിയില്ല, കൂട്ടാതെ റൈഡ് ചെയ്ത ടൈമാണ് ഞങ്ങളീ പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ റോഡിൻ്റെ ആ ഒരു ശോചനീയ അവസ്ഥ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ സൈഡിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം വീഡിയോയിലായതുകൊണ്ടാണ് നമ്മൾ നേരിട്ടാകുമ്പോൾ നമുക്കൊരു വലിയ മരങ്ങളൊക്കെയാണ് ഈ പിഴുത് മുകളിൽ നിന്ന് വീണിരിക്കുകയാണ്. അപ്പോൾ റോഡിൻ്റെ പകുതി മുക്കാലോളം ഇല്ല. നമുക്ക് റൈറ്റ് സൈഡ് ഒരുപാട് എടുത്ത് പോകാനും പറ്റില്ല. ഇവർ രാത്രിയിലും പകലും ഒരുപോലെ വർക്ക് ചെയ്തിട്ടാണ് ഈ റോഡ് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. അതിൻ്റെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചുള്ള ലോഡ്ജിങ് കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ ഏകദേശം എത്താറായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് സ്റ്റാച്യുവിൻ്റെ ഒരു ഹെഡ് പോർഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ ബുദ്ധനെ കാണാനായിട്ട്. ഇവിടെ തലയെ കാണാൻ പറ്റും. നമുക്ക് നോക്കാം അകത്ത് എന്തൊക്കെയാണ്. കയറുന്നത് 80 രൂപയാണ് എൻട്രി ഫീ ഉള്ളത്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ബുദ്ധ പാർക്കും അതിൻ്റെ പ്രതിമ. ഇതിനെ ബംഗി ഉണ്ട്, അവിടെ വരെ പോകുന്നതിന് ഒരു ബംഗിക്ക് 300 രൂപയാണ് ചോദിച്ചത്. വേണ്ട, ഞങ്ങൾ നടന്നോളാന്ന് പറഞ്ഞു. ഇവിടെ വരെ വന്നിട്ട് കാണാനുള്ള സംഭവമാണല്ലോ. അപ്പോൾ നമുക്ക് നടന്ന് തന്നെ കാണാം, ഉള്ളിലേക്കൊക്കെ പോയി നോക്കാം. ഗൗതം ബുദ്ധൻ്റെ 2550 ബർത്ത് ആനിവേഴ്സറി അനുബന്ധിച്ച് ഇപ്പോഴത്തെ ദലൈലാമ 2013 ഇങ്ങനെയൊരു ബുദ്ധ സ്റ്റാച്ചു അനാവരണം ചെയ്തത്. അപ്പോൾ ഈ സ്റ്റാച്ചുവും ഇതിന് ചുറ്റുമുള്ള ഈ മനോഹരമായിട്ടുള്ള ഗാർഡനൊക്കെ കണ്ടില്ല, നല്ല കിഡിലൻ സീനറിയാണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു മെഡിറ്റേഷൻ പോയിൻ്റൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വീഡിയോഗ്രാഫി ഒന്നും അലവിടില്ല. ഈ ഒരു സ്റ്റാച്ചു ഇവിടെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാം, പക്ഷേ അകത്തെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല, ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ബുദ്ധ സ്റ്റാച്ചുവും അതിന് ബാക്കിലുള്ള ആ മലനിരകളും ഇടയ്ക്ക് കോട ഇറങ്ങുന്ന സ്ഥലമൊക്കെ തന്നെ വൻ കിഡിൽ ആംബിയൻസ് ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. സിക്കിമിൽ തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ റാവ്ലിംഗ്ല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളുണ്ട്. ടൂറിസ്റ്റുകളെക്കാൾ കൂടുതൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളാണ്. കാരണം അവരുടെ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ കൂടിയാണിത്. അവർക്ക് ഭയങ്കര വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീമാണ്. അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് അവർക്ക്. പിന്നെ എന്ന് പറയാനായിട്ട് ഇവിടെ വന്നിട്ടുള്ള കാഴ്ച ഭയങ്കര സൂപ്പറാണ്. ചെറുതായിട്ട് തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ക്വയറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഉച്ചയ്ക്ക് 11 മണി സമയത്ത് നല്ല അടിപൊളി കോടയും നല്ല ക്ലൈമറ്റൊക്കെ ഉള്ള കിഡിലും ഒരു സ്ഥലമാണ് നമ്മുടെ റാവുല എന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ വരുന്ന വഴിയും ഇവിടുത്തെ ആംബിയൻസും എല്ലാം നല്ല കിഡിലുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് അകത്തുള്ള കാര്യങ്ങളാണ്. ആ ഒരു അവരെ ഓർമ്മേഴ്സ് ഇരിക്കുന്നതും ആ ഒരു സർക്കുലർ സ്ട്രക്ചറായ കിഡിലുമാണ്. ഇത് നോക്കി കോട നയിക്കുന്നുണ്ട്, അടിപൊളി വ്യൂ ആണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ പെല്ലിങ്ങിലേക്കാണ് പോകുന്നത്.
ഇവിടുന്ന് ഒരു 1-2 മണിക്കൂറത്തെ യാത്രയുള്ളൂ. പിന്നെ ആ വഴി അങ്ങോട്ടേക്ക് റോഡ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെയും ഇതുപോലെ ചെറിയൊരു പാർക്കും കുറച്ചധികം വിശേഷങ്ങളുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.